ശ്രീ ഹാഷിമരി, വടകര കേന്ദ്രമാക്കിയിട്ടുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പലരിൽ നിന്നും ലക്ഷങ്ങളും കോടികളും നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തടിച്ചു കൊഴുത്ത ഒരു സൊസൈറ്റിയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ നിക്ഷേപകർക്ക് പണമൊന്നും നൽകിയിട്ടില്ല. നിക്ഷേപകർ പണം ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ബന്ധപ്പെട്ടവർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയം, ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിലടക്കം കൃത്യമായി പറയുന്നുണ്ട് ആരൊക്കെയാണ് കുറ്റക്കാർ, ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ ആരൊക്കെയാണിതാ എന്ന് ഞാൻ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ മരണത്തെ സ്വയം വരിച്ചത്. ആരാണ് കുറ്റക്കാർ? എന്തുകൊണ്ട് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല? വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ, ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിത സമ്പാദ്യം മുഴുവനും ഒരു നിക്ഷേപത്തിൽ കൊണ്ടിടുന്നത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യ മധ്യവയസ്കന് ശേഷമുള്ള ജീവിതം കന്യാശ്രയമില്ലാതെ, പരാശ്രയമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന നിലക്കാണ്. അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ മനുഷ്യർ നടത്തുമ്പോൾ സ്വാഭാവികമായും സുരക്ഷിതമായ ഒരു മാർഗത്തെക്കുറിച്ച് അവർ ആലോചിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയ വലിയ സ്കാമുകൾ ഈ വിധത്തിൽ നടത്തപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ്. അത്തരം സംരംഭങ്ങൾ നിരവധി ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. ആ സ്വകാര്യ സംരംഭങ്ങളിൽ പലതും വലിയ വീഴ്ചയായിരുന്നു എന്ന് പിന്നീട് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് ജ്വല്ലറി തട്ടിപ്പുകളായിരുന്നു വ്യാപകമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില വ്യവസായങ്ങൾ, ചകിരി വ്യവസായങ്ങൾ പോലെയുള്ള വ്യവസായങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പ്രമുഖരായ ചില ആളുകൾ ഇതിന്റെ മുന്നിൽ വരികയും ആളുകളൊക്കെ മുന്നിൽ നയിക്കുകയും ചെയ്ത അത്തരം സ്കാമുകളും, ആ സ്കാമുകളിൽ കോടാനുകോടി രൂപ നിക്ഷേപിക്കപ്പെട്ട് ഹതാശയരായ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടു. ജ്വല്ലറി തട്ടിപ്പുകളിൽ കേരളത്തിൽ നടന്നത് വളരെ വലിയ തട്ടിപ്പുകളായിരുന്നു. നൂറുകണക്കിന് ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ കടത്തനാട്ട് സംഭവിച്ചിരിക്കുന്നത് സ്വകാര്യ വ്യക്തിത്വങ്ങൾ എന്ന നിലക്കല്ല ഇത് നടന്നിരിക്കുന്നത്. ആളുകളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനം കൂടെയുണ്ട് എന്ന നിലക്കുള്ള ഒരു സഹകരണ സംവിധാനത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. അതിന്റെ നേതൃത്വത്തിലുള്ളതും അതിന്റെ ഡയറക്ടർ ബോർഡിലുള്ളതും സാമൂഹികമായും സാമുദായികമായും വലിയ നിലയിലുള്ള ആളുകളായിരുന്നു. അതെ, ശ്രീ ഹാഷിമരിയിൽ അത് തന്നെയാണ് ഈ വാർത്തയെ അത്രത്തോളം പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നതും. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ വ്യക്തികൾ ചേർന്നല്ല ഈ ഒരു പ്രസ്ഥാനം നടത്തുന്നത്. അവിടെ മുസ്ലിം ലീഗ് നേതാക്കളുടെ പങ്കാളിത്തമുണ്ട്, കോൺഗ്രസ് നേതാക്കളുടെ പങ്കാളിത്തമുണ്ട്. അതിൻ്റെ മറവിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്. പക്ഷേ ഒരു LDF പ്രതിനിധി എന്ന നിലയിൽ താങ്കളോട് ചോദിക്കാനുള്ളത്, പരാതിക്കാർ, നിക്ഷേപകർ, ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നവർ ഇതിനു മുമ്പ് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജി അടക്കം അത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. LDF ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? അവിടെ മുസ്ലിം ലീഗ് നേതാക്കളെയാണോ, കോൺഗ്രസ് നേതാക്കളെയാണോ നിങ്ങൾ ഭയന്നത്, ഇടതുപക്ഷം ഭയന്നത്? തീർച്ചയായും ഇത് ചില പരാതികളുടെ പരിഹാര മാർഗം തേടുന്നതിൽ കാലതാമസം വരുന്നത് ഇത്തരം അപാകതകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നത് സ്വാഭാവികമായും നിഷ്പക്ഷമായും നമ്മൾ വിലയിരുത്തേണ്ടുന്ന വലിയൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഇത്തരം സ്കാമുകൾ നടക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണാനുള്ള സംവിധാനം ഉടനടി എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഇവിടെ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ഇത് ബാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പല സഹകരണ സ്ഥാപനങ്ങളിലും വലിയ വെട്ടിപ്പുകൾ വ്യാപകമായി വരുന്നുണ്ട്. അത് ഈ ഒരു ബാങ്കിൽ മാത്രമല്ല, ഇതിപ്പം ഒരു ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ആയ ഒരു ബാങ്ക് എന്ന നിലക്കാണ് ഈ ആളുകളൊക്കെ അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സാമുദായികമായ കുറെ ചേരുവകൾ ഇതിന് ചേർത്തിട്ടുണ്ട്.
അതായത് അതിന്റെ നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളടക്കം അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ ഇതിൽ പ്രതികളാണോ കുറ്റക്കാരാണോ എന്നതല്ല, അറിയാതെ ചില സാമൂഹികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ ഇതിലേക്ക് വലിച്ചഴിച്ച് അവരുടെ മുഖമൊക്കെ വെച്ച് വഞ്ചിക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. പരാതി ലഭിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ സത്വരമായ അടിയന്തരമായ നടപടികൾ ഇതിനുണ്ടാവണം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന പരാതികളെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണമോ ചർച്ചയോ വ്യാപകമോ ഏത് വിധത്തിലും നടക്കുന്നില്ല. ആര് ഭരിച്ചാലും ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് നേരിടുന്ന പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് ഇടത് വലത് എന്നതല്ല, ഏത് കക്ഷികൾ ഭരിക്കുമ്പോഴും ഇത്തരം ചില ആളുകളുടെ ഇടപെടലുകൾ എല്ലാ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നത്